പരമായിട്ടിലെ പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അനന്തപുരിയിൽ എല്ലാവരും നയനയുടെ 7ാം മാസ ചടങ്ങിനായി പോയിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശനും അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ജലജ കയറി വരുന്നു. എന്നിട്ട് ജലജ പറയുന്നു, അച്ഛന് നല്ല സങ്കടം ഉണ്ടല്ലേ, എല്ലാവരും കൂടി 7ാം മാസ ചടങ്ങിന് അങ്ങോട്ടേക്ക് പോയത്, എല്ലാവരും കൂടി അങ്ങോട്ട് പോകേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. മുത്തശ്ശൻ പുറത്താക്കാതെയല്ലേ ആദർശ് വീഡിയോ ഇട്ട് പോയത്, ഇതിന് പിന്നാലെ നയനയും പോയി, ഇത്രത്തോളം അച്ഛന് സന്തോഷം സങ്കടം ഉണ്ടാകുന്ന ഓരോന്നും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ജലജ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനന്തമൂർത്തി പറയുന്നു, നീ ഒന്ന് എനിക്ക് ഒരു സമാധാനം തരും, നീ വീഡിയോ ഇട്ട് പോകും എന്നൊക്കെ പറയുന്നു. മോരെയാണെന്ന് ജലജ ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ അവർക്ക് പറഞ്ഞ് ഇവിടുന്ന് മേടിക്കുന്നു. എന്നിട്ട് അനന്തമൂർത്തി മുത്തശ്ശിക്ക് മെസ്സേജ് അയക്കുന്നു, എന്തായി അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, വല്ലാണ്ട് വിഷമിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ കൂടി ജലജ പുറത്തുനിന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം മുത്തശ്ശി ഫോണിൽ കളിക്കുന്നത് നയനയും ദേവ്യാനിയും കാണും. മുത്തശ്ശി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോൾ തുടങ്ങി ഈ സ്വഭാവമൊക്കെ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി കളിയാക്കുമ്പോൾ മുത്തശ്ശി പറയുന്ന, എൻ്റെ അനിയത്തിയുടെ മോന് ചടങ്ങുകളൊക്കെ കാണണമെന്നും എല്ലാം കാണണമെന്നും പറയുന്നുണ്ട്, അവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ദേവയാനിയും നയനയും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കനകയും നന്ദുവും എല്ലാവരും കൂടി ചടങ്ങുകൾക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനി അവിടെ നിന്നിട്ട് നന്ദുവിനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു ആണെങ്കിൽ മൈൻഡ് ചെയ്യണമില്ല. അപ്പോൾ അനാമയ്ക്ക് വിളിക്കുന്നു. പക്ഷേ അനാമയോട് വന്ന് സംസാരിക്കുന്നുണ്ടോ, എന്നൊക്കെ വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അനാമയ്ക്ക് പറയുന്നു, ഈ ലോകത്ത് ആ ഒരാൾ മാത്രമല്ലല്ലോ, വേറെയും ചെക്കന്മാരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അനാമയ്ക്കാണെങ്കിൽ അനിയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുത്തശ്ശിയുടെ ഫോണും കളിച്ചുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശനെ വീഡിയോ കോൾ ചെയ്യുന്നു. മുത്തശ്ശി പറയുന്നു, ചടങ്ങുകൾ നടക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ, അപ്പോൾ സംസാരിക്കണ്ട, ആരെങ്കിലും ശ്രദ്ധിക്കണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോ കോൾ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നു. എന്നിട്ട് മുത്തശ്ശി ചടങ്ങുകൾ നടക്കുന്നതൊക്കെ പോകുന്നു. എന്നിട്ട് കനകയോട് ചോദിക്കുന്നു, മുത്തശ്ശിയോട് ഇനി എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടോ? അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഒന്നും കുറവില്ല, എല്ലാതും നന്നായിട്ടുണ്ട്. ആദർശം നയനയും വീട്ടിലായിരുന്നെങ്കിൽ അവിടെ വെച്ചിട്ട് എല്ലാ ചടങ്ങുകളും എന്താക്കി നടത്താമായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് മാറിയതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മുത്തശ്ശിനെ ആദർശം കൂടി പിണക്കത്തെ കുറിച്ചു. പിന്നെ അങ്ങനെ ഈ കുട്ടിയുടെ വീട്ടിൽ വിഷുവിന് മുമ്പായിട്ട് വരണമെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. എന്നിട്ട് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരുന്നു, എല്ലാവരും കൂടി വരുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി അവിടെ ഇരിക്കണം. എന്നിട്ട് എല്ലാവരും വളയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. എനിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പിന്നെയും പോയി മുത്തശ്ശി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു, മുത്തശ്ശി എന്താ ചെയ്യുന്ന ഫോണിൽ, മുത്തശ്ശി ആരെയാണ് വിളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, എൻ്റെ അനിയത്തിയുടെ കൊച്ചുമോൻ വിളിക്കുന്നതാ, ചടങ്ങുകൾ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവയാനി പറയുന്നു, അമ്മ എന്താ എടുക്കുന്നത്, അമ്മ വന്നിട്ട് മോൾക്ക് പലഹാരങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ വിളിക്കുന്നു. എല്ലാവരും വന്നിട്ട് പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നു. എതിരെ മുത്തശ്ശി വീണ്ടും ഫോൺ എടുത്തുകൊണ്ട് വീഡിയോ കോൾ ചെയ്യുന്നു. മുത്തശ്ശിക്ക് അതിനോട് ഭയങ്കര സന്തോഷമാകുന്നു. എൻ്റെ നനിമോള് രാജകുമാരിയെ പോലെയുണ്ട്, അവർക്ക് നല്ല ഇതൊക്കെ അനുഗ്രഹമൊക്കെ നൽകുന്നു. എന്നിട്ട് അനാമികയും അനിയും കൂടി അവിടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അനിയും വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നു, മുത്തശ്ശി ആരെയാണ് കാണിച്ചു കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നു, എൻ്റെ അനിയത്തിയുടെ കൊച്ചുമോനും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഈ ചടങ്ങുകളൊക്കെ കാണുന്നത്. അപ്പോൾ അനി പറയുന്നു, എന്നാൽ പിന്നെ അവരെ ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ, ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് മുത്തശ്ശി പറയുന്നു, നീ ഒക്കെ അവിടെ പോയി നിൽക്ക്, ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറയാനായിട്ട് ഫോണിൽ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എല്ലാവരും കൂടി വീഡിയോ എടുക്കാൻ നിൽക്കുന്നു. അപ്പോൾ മുത്തശ്ശി അനി നേരെ ചെന്ന്
നന്ദുവിൻ്റെ അടുത്ത് നിൽക്കുന്നു. അത് കണ്ട് കനക നേരെ പോയി അവർക്ക് രണ്ടാൾക്ക് ഇടയിൽ നിൽക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് മറ്റേ എന്താണ് നമ്മുടെ അനിയുടെ അമ്മ നിൽക്കുന്നുണ്ട്. അനിയുടെ അമ്മ എന്നിട്ട് പോയിട്ട് അനിയും അനാമികയും എടുത്തിട്ടായിരുന്നു അവരുടെ ഇടയിൽ നിന്നിട്ട് അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു. വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അബി എന്താണ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അബി ചോദിക്കുന്നു, മുത്തശ്ശൻ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മുത്തശ്ശൻ ഫോണ് അറിയാതെ മുത്തശ്ശൻ പറയുന്നതിൻ്റെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയി എൻ്റെ അവൻ്റെ രണ്ടാമത്തെ കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അതാണെങ്കിൽ അവിടെ എല്ലാവരും കേൾക്കുന്നു. മുത്തശ്ശി അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുന്നു, മുത്തശ്ശി ആരാണ് സംസാരിച്ചത്? അത് അച്ഛൻ്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്നറിയുന്നു. അത് അനിയത്തിയുടെ ഭർത്താവാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ കട്ട് ചെയ്തോ എന്ന് എന്നിട്ട് മുത്തശ്ശിയെ ആദർശിൻ്റെ അച്ഛൻ കളിയാക്കുന്നു. മുത്തശ്ശി ഇങ്ങനെയൊന്നും ചെയ്യാത്ത കാലം പോയപ്പോൾ ഓക്കെ, മുത്തശ്ശിയാണ് ഇപ്പോൾ ഫോണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അബിയെ മുത്തശ്ശിനെ അവിടുന്ന് ആട്ടിയെടുക്കുന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ചൂടായിക്കൊണ്ടാണ് ആട്ടിയെടുക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്നു. അനിയാണെങ്കിൽ നന്ദുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നന്ദുവാണെങ്കിൽ ഒരു മൈൻഡും ചെയ്യുന്നില്ല. ഇത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.